ആ, കുറച്ച് നാളായി പച്ചക്കറി കൃഷിയിലാർന്നല്ലോ. അപ്പോൾ ഒന്നും വേറെ ഒന്നിലേക്കൊന്നും തിരിയാനൊന്നും പറ്റിയിട്ടില്ല. പച്ചക്കറിയൊക്കെ നട്ട് അതിന് ഓരോ ട്രിപ്പ് വളമൊക്കെ വയ്ക്കലും, വെണ്ട, പയറ്, തക്കാളി, കുക്കുംബർ, ചീര, ഈ വക സാധനങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തേക്കണേ. അത് വളം വയ്ക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണ് ഇങ്ങനെ മൂടലും ഇതൊക്കെ ഇത്തിരി കൂടി തുടങ്ങി. അപ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. 2 കണ്ണും ചെയ്തു. ഇപ്പോൾ 2 ആഴ്ച ഒരു മീതയായി. 2-ാം തീയതിയാണ് ആദ്യത്തെ കണ്ണ്, വലത് കണ്ണ് ചെയ്തത്. അത് കഴിഞ്ഞ് 9-ാം തീയതി ഇടത് കണ്ണും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ റെസ്റ്റിലാണ്. ഇപ്പോൾ കാരണം പറമ്പിലേക്കൊന്നും ഇറങ്ങാനും ഇതൊന്നും കാറ്റും പൊടിയൊക്കെ തട്ടൂലോ. അപ്പോൾ കുനിഞ്ഞ് നിന്നൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇവര് മോള് ദീപ്തിയാണ് ഇപ്പം ചീര മുറിക്കലും, വെണ്ടയ്ക്ക, കുക്കുംബർ ഇതൊക്കെ കുറേ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ വിളവെടുപ്പ് അവർ ചെയ്തു. ചീര നന്നായിട്ടുണ്ടായി. ഞാൻ 2 തരം ചീര വിത്തിട്ടുണ്ടായി, പച്ചച്ചീരയും ചുവപ്പച്ചീരയും. ചീര നന്നായിട്ടുണ്ടായി. അപ്പം അതൊക്കെ അവർ അവിടെ മുറിക്കണം. അപ്പം എനിക്കതിലൊന്നും സഹകരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ പയറ് കുത്തിയത് കുറേയൊക്കെ പോയി. എന്നുവെച്ചാൽ നല്ല പയർ വിത്തല്ലാണ്ടാണോ എങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് ഇതായി പന്തലിൽ കയറിയിട്ടുണ്ട്, കയ്പയും ഇതൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് പിടിച്ച് പന്തലിലേക്ക് വെച്ച് കൊടുക്കാനൊക്കെ എനിക്കതിനൊന്നും പറ്റണില്ല. അപ്പോൾ മോളുടെ അടുത്തായിരുന്നു. ഇവരിവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കണ്ണിൽ മരുന്ന് ഒഴിക്കാനും ഇതൊക്കെ. അപ്പോൾ കാരണം മോളുടെ അടുത്തായിരുന്നു. ഇപ്പം ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നിപ്പോൾ ശനിയും ഞായറും 2 ദിവസം ദീപ്തിക്ക് മുടക്കാറില്ല. അത് വെച്ചിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ ഇനിയിപ്പോൾ ഇവർ പോയി തുടങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ പോവും. അപ്പോൾ മോനും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കണ്ണിന് സമയത്തിന് കണ്ടിട്ട് മരുന്നൊഴിക്കാൻ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ മോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവൾ ഒഴിച്ചു തരും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇനി 24-ാം തീയതിയാണ് ഇനി ചെല്ലാൻ പറഞ്ഞ ഞങ്ങളെ ഡോക്ടർ. അപ്പോൾ ക്ലാസ്സിന് എഴുതാനും ഇതൊക്കെ. അപ്പോൾ ഞാൻ 21-ാം തീയതി ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. 23-ാം തീയതി ഞങ്ങളുടെ തട്ടകത്ത് ദേവിയുടെ പിറന്നാളാണ്. ഉത്സവം, കുംഭഭരണി മഹോത്സവം. അത് ഭയങ്കര ആഘോഷമാണ് ഞങ്ങൾക്ക്. അപ്പം അത് കൂടാതിരിക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഇനി അടുത്ത കൊല്ലല്ലേ വരിക. അതുകൊണ്ട് ഞാൻ 21-ാം തീയതിക്കത്തെ ഡേറ്റ് ചോദിച്ച് വാങ്ങിച്ചു. അപ്പോൾ പോകുമ്പോൾ കണ്ണടയ്ക്കൊക്കെ എഴുതി തരും. അങ്ങനെ അത്രയ്ക്കേ ഉള്ളൂ ഇപ്പോൾ വിശേഷം. പയറ്, കുറ്റിപ്പയറ് കുറച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചാല്. അപ്പം അത് ഒക്കെ ഇപ്പോൾ ഒരു ട്രിപ്പ് പയർ ഇവർ പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ലേ കണ്ടയ്ക്ക്. അപ്പോൾ വള്ളിപ്പയറും ഉണ്ടായി. വള്ളിപ്പയറും ഓരോന്നൊക്കെ ഉണ്ടായി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എനിക്കിപ്പോൾ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഒന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. കണ്ണ് ഓപ്പറേഷൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് പേടിയൊന്നും, ചിലരൊക്കെ പേടിച്ചിട്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പേടിച്ചിട്ട് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പണ്ടത്തെ പോലെ അത് ഇഞ്ചക്ഷൻ എടുത്ത് തരിപ്പിക്കുകയല്ല ചെയ്യണം. അവർ തുള്ളി മരുന്നൊഴിച്ച് കണ്ണ് തരിപ്പിച്ച എനിക്ക് ഒന്നും തോന്നിയില്ല. കണ്ണിൽ അവരെന്തോ ഇങ്ങനെ ഒരു തണവ് പോലെയാ ആയിട്ട് തോന്നിയുള്ളൂ. ഒരു 2 മണിക്കൂർ സമയം. ഓപ്പറേഷത്തിന് 2 മണിക്കൂറൊന്നും ഇല്ല, ഒരു അരമണിക്കൂർ അവരങ്ങോട്ട് കയറ്റിക്കെടുത്തി. ഒരു അരമണിക്കൂർ എടുത്തിട്ടുള്ളൂ. അതിന് മുമ്പ് ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കണ്ണിൽ മരുന്നൊഴിച്ച് വികസിക്കാനായിട്ട് കണ്ണിൽ മരുന്നൊഴിച്ചെടുത്തവര്, കൃഷ്ണമണിയൊക്കെ വികസിക്കാൻ. അങ്ങനെ തുള്ളിമരുന്നുകൾ കണ്ണിലിങ്ങനെ മാറി 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 കുറേ പേര്. ഞാൻ ഐ വിഷനിലാണ് പോയത്. കുഴപ്പമില്ല. എനിക്കിപ്പോൾ കുറച്ച് വിഷമതൊന്നുമില്ല. കണ്ണിന് ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാ അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇത് മരുന്നുകൾ ചെയ്യാണല്ലോ. ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ നോക്കാനും ഇതിനൊന്നും ഇപ്പോൾ ഇങ്ങനെ വായിക്കാനോ TV കാണാനോ അതൊന്നും അതിനൊന്നും പറ്റില്ല.
അല്ലാണ്ട് പുറത്തേക്കൊക്കെ നോക്കണേന് അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം കാഴ്ചയും ഇതൊക്കെ എന്നുവെച്ചാൽ എനിക്ക് തിമിരം തുടക്കമായിട്ടുണ്ടായുള്ളൂ. അപ്പം അതുകൊണ്ട് എന്നുവെച്ചാൽ മൂത്ത് ഇതായി കഴിഞ്ഞാൽ ചിലർക്ക് എന്നുവെച്ചാൽ അവിടെ ചിലരൊക്കെ വന്നിരിക്കുന്നുണ്ട് കണ്ണൊക്കെ പഴുത്ത് ഇതായിട്ട്. അപ്പം അവർ പറഞ്ഞു ഒരു ഇങ്ങനെ തീരെയും പറ്റാണ്ടായപ്പോഴാണ് അവർ വന്നത്. പക്ഷെ അത് ഡോക്ടർ പറഞ്ഞു എനിക്കിങ്ങനെ തുടക്കമാണ്, കുഴപ്പമില്ല, നല്ല ഡോക്ടറുമാണ്, കുഴപ്പമില്ല. ഒരു 2 ആഴ്ച കൂടി മരുന്ന് 2 ആഴ്ചയല്ല, ഒരു 3 മാസത്തേക്ക് ഒഴിക്കണം എന്നാ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഇത് ലെൻസ് എടുത്ത് മാറ്റിയിട്ടാണല്ലോ അവര് വേറെ ഇത് വെക്കണത്. അപ്പം അത് നമ്മുടെ കണ്ണിലെ ഈ എന്തെന്നാ പറയാ ഇതിൻ്റെ ഒരു രക്തവും ഇതെല്ലാം കൂടിയിട്ട് ഈ ഇപ്പം ഈ വയ്ക്കണ ഗ്ലാസ്സൊക്കെ പിടിച്ച് ഇതായി വരണമല്ലോ. അപ്പോൾ ഇത് തല കുനിക്കാൻ പറ്റില്ല, കുളിക്കാൻ ഇതൊക്കെ തല കുനിച്ചിട്ടൊക്കെ വേണ്ട, തല ഇതായി അങ്ങനെ കണ്ണിൽ വെള്ളം ഇറങ്ങാൻ അങ്ങനെയൊന്നും പറ്റില്ല. അതിൻ്റെ റെസ്റ്റിലാണ് ഇപ്പോൾ. അപ്പോൾ റെസ്റ്റ് മാറിയിട്ട് നമുക്ക് അടുത്തത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ശരിയാണ്. അമ്മയെ കൊണ്ട് വീഡിയോന് വോയിസ് ഇടിച്ചതാണ് ഞാൻ. എന്താ വെച്ചാൽ അമ്മ തന്നെ പറയുമ്പോഴായിരിക്കും അതിനൊരു രസം ഉണ്ടാവുക. അങ്ങനെ അപ്പോൾ ചീര മുറിച്ചിട്ട് ചീര മുറിച്ചത് ഞാനപ്പോൾ തലേദിവസം അവധി ദിവസം ആയതുകൊണ്ട് അത് മുറിച്ചിട്ട് അരിഞ്ഞു വയ്ക്കണ്ട. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഒരു പിടി എടുത്തപ്പോൾ തന്നെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം അത് തന്നെ ഉണ്ടാവും ആ ഫുള്ള് ദിവസം. അപ്പോൾ ചീര അരിഞ്ഞു വെക്കണതാണ് കേട്ടോ. അപ്പം ഇനി അമ്മയുടെ ഈ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാം പാപ്പന്നെ. അപ്പോഴേക്കും വിളവ് ഒന്നുകൂടിയും നന്നായി ഒന്നുകൂടിയും വരും. ഇപ്പം അമ്മയുടെ ഒരു കുറവ് അതിലുണ്ട്, അതിൽ ഓരോന്നിലും കാണാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. തക്കാളി ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ വർക്കേരിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടു പൂവായി നിൽക്കണത്. അതിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടമറിഞ്ഞ് പോവാതിരിക്കാനുള്ള ഇതെന്തെങ്കിലും ചെയ്യാൻ അതിന് കുനിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം ഒക്കെ ഇങ്ങനെ നീണ്ട് ഇതായിട്ടൊക്കെ ഉയരം വെച്ചൊക്കെ നിൽക്കുന്നുണ്ട്, പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ചിലത് കടയൊക്കെ ചാഞ്ഞും ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നാളെയായിട്ട് മോനെ കൊണ്ട് ഒന്ന് ചെയ്യിക്കണം, ഒന്ന് വല്ല വള്ളിയിട്ട് കെട്ടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നു. ഇപ്പം അവൻ വീട്ടിലില്ല, പുറത്തേക്ക് പോയിക്കാൻ. ഇപ്പം സമയം കിട്ടുമോ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് ചെയ്യിക്കാം അത് വെച്ചിട്ടൊക്കെയാണ്. അപ്പം മോൾക്ക് ഇഷ്ടമില്ലായിരുന്നു ഇന്നലെ അവിടെ നിന്ന് വരുന്നത്. പോട്ടെടി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ. ശരി. ചീരയും ചുവപ്പ് ചീരയും പച്ചച്ചീരയും ഈ കുക്കുംബറും വിളവെടുത്തതാണിട്ടത്. അതൊരു ട്രിപ്പ് വിളവെടുത്തതാണിട്ടത്. വേറെ ഒന്നിച്ച് വിളവെടുക്കണതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ല. അപ്പം ഇനി വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.